ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്. ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെൻഡറിനെ പറ്റിയിട്ടുള്ള ഓരോ ജെൻഡറിനെയും നമ്മളിപ്പോൾ ജെൻഡർ റോളുകളൊക്കെ പറഞ്ഞല്ലോ, ഓരോ ജെൻഡറുകളുടെയും അവരുടെ ഒരു ഐഡൻറ്റിറ്റി, അവരുടെ ഒരു ബിഹേവിയർ, എങ്ങനെയാണ് ഓരോ ജെൻഡറുകളുടെയും തമ്മിലൊരു പവർ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ തമ്മിലുള്ള ഇതിൻ്റെയൊക്കെ പറ്റിയിട്ടുള്ളൊരു ബോധം ഉണ്ടാവും, ഒരു അവയർനെസ്സും അണ്ടർസ്റ്റാൻഡിങ്ങും. നമ്മുടെ സൊസൈറ്റിയിലെ ജെൻഡർ കൺസെപ്റ്റ് എന്താണ്, ഓരോ ജെൻഡർ വിഭാഗം, ഇപ്പോൾ മെൻ ആയാലും വിമൻ ആയാലും ഇനി അതല്ലെങ്കിൽ തേർഡ് ജെൻഡർ, ട്രാൻസ്ജെൻഡേഴ്സ് പോലെയുള്ള അവരൊക്കെ ആയാലും നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയിൽ അവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു അവയർനെസ്സും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടാവുന്നതിനാണ് ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഇത് നമ്മുടെ നിലനിൽക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകളെയൊക്കെ ചാലഞ്ച് ചെയ്തിട്ട് ഇക്വാലിറ്റി, ഒരു മോർ ഇക്വാലിറ്റി കൊണ്ടുവരുന്നതിനും ഇപ്പോൾ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള, ഒപ്രസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയസുകളൊക്കെ ഒന്ന് ചാലഞ്ച് ചെയ്യുക, അതിനൊക്കെ എതിർത്തിട്ട് കുറച്ചും കൂടി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ, എല്ലാ ജെൻഡേഴ്സിൻ്റെ ഇടയിലും ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാനൊക്കെ നോക്കുന്നതിനെയാണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഇനി ഇത് നമ്മളിപ്പോൾ പറഞ്ഞു, ബ്രേക്കിംഗ് ട്രഡീഷണൽ ജെൻഡർ നോംസ് ആണ് ഈ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള നിലനിൽക്കുന്ന ജെൻഡർ നോംസുകൾ, ജെൻഡറിനെ പ്രതി നിലനിൽക്കുന്ന റൂൾസും നോംസുകളൊക്കെ തച്ചുടച്ച് മാറ്റുക എന്നുള്ളതാണ്. മൊത്തത്തിലൊന്നും മാറിയില്ലെങ്കിലും കാലക്രമേണ ഓരോരോ ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി ചെയ്യുന്നത്. ഇപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്താ ചെയ്യുക വെച്ചാൽ, ട്രഡീഷണൽ ആയിട്ട് നിലനിൽക്കുന്ന ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില റോളുകൾ ഉണ്ടാവും, ജെൻഡർ റോളുകൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ജെൻഡർ റോളുകൾ, അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറികടന്ന് വരാനും കുറച്ചും കൂടെ ഈക്വലായിട്ടും അതേപോലെ ഷെയർ ചെയ്യാനും, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനും, ഇക്വാലിറ്റികൾ കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നതാണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴുള്ള സമ്പ്രദായമാണ് ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ വഹിക്കണം. അതേപോലെ വീട് കൊണ്ട് നടക്കും, ഒരു കെയർ ഗിവർ എന്നുള്ള റോള് മൊത്തം സ്ത്രീകൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെ മാറ്റം വരുന്നുണ്ട്. സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിൻ്റെ. അതേപോലെ പുരുഷന്മാരെന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ, കെയർ ഗിവേഴ്സ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവരും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലുള്ള ആ ഡ്യൂട്ടീസൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫുള്ളായിട്ടൊരു ഇക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ വന്നില്ലെങ്കിലും ഒരു ഈക്വാലിറ്റിയിലേക്കുള്ളൊരു ആ ഒരു പാതയിലാണ് നമ്മളിപ്പോൾ എന്ന് പറയാൻ പറ്റും. ഇനി ജെൻഡർ സെൻസിറ്റിവിറ്റി ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ജെൻഡർ സെൻസിറ്റിവിറ്റി എങ്ങനെയാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. ഇപ്പോൾ എൻ്റെ പാരൻസ് നോക്കിയ പോലെ ആയിരിക്കില്ല ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് ഉണ്ടാവുക. ആ ഒരു അപ്ബ്രിങ്ങിങ്ങിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയും അത് കാരണം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റെസ്ട്രിക്ഷൻസ് ഞാൻ എൻ്റെ കുട്ടികളിലേക്ക് കൊടുക്കില്ല. എനിക്കൊരു മകളുണ്ടാവുമ്പോൾ ഞാനത് തീർച്ചയായിട്ടും ആ റെസ്ട്രിക്ഷൻ വെക്കില്ല. എനിക്ക് കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി അവൾക്ക് കൂടെ കിട്ടണം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അപ്പോൾ ആ അപ്ബ്രിങ്ങിങ്ങിൽ വ്യത്യാസം വരും. ഞാൻ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്, പാരൻസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ പോലെയല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം എന്തുണ്ടാവും, നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും, കുട്ടികൾക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസിൽ. ഇപ്പോൾ പണ്ടൊക്കെ ആൺപിള്ളേരെയാണ് സാധനം വാങ്ങിക്കാനൊക്കെ പറഞ്ഞു വിടുക, ഇപ്പോൾ പെൺപിള്ളേരെയും പറഞ്ഞു വിടും, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യും. പിന്നെ അതേപോലെ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കുമ്പോൾ ആൺപിള്ളേരെയും ചെയ്യിപ്പിക്കും. ഇനി നമ്മൾ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ അടുത്തൊന്നും നമ്മളങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. വേറെ വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ്, അത് കാരണം നീ അതൊക്കെ പഠിക്കണം, വീട്ടിലെ ജോലി ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ ഇനിയുള്ള പാരൻസ് പറയാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. അതായത് നമ്മൾ കുറച്ചും കൂടെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീങ്സായി മാറി തുടങ്ങി എന്നുള്ളതാണ് ആ ഷിഫ്റ്റ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഈ വ്യത്യാസമൊക്കെ വരുന്നത് എഡ്യൂക്കേഷൻ വഴിയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ വഴിയാണ് നമ്മൾക്ക് ഈ പാരൻസിനായാലും ഫാമിലിയിലായാലും ഒക്കെ ഈ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കരിക്കുലവും ക്ലാസ് റൂമും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കിട്ടുന്നുണ്ട്. കോ ലേണിംഗ് ഒക്കെ ഇപ്പോൾ വളരെ ഇതായി, പണ്ടത്തെ അത്രയും രീതിയിലുള്ള
റെസ്ട്രിക്ഷൻസ് കുറവാണ്. ഇപ്പം സ്പോർട്സിനായാലും ആർട്സിനായാലും അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും നമ്മുടെയൊക്കെ പാരൻസോ അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ സമയത്തോ ആൺകുട്ടികൾ പഠിക്കട്ടെ, പെൺകുട്ടിയല്ല, നീ പെൺകുട്ടിയല്ലേ, അത് കാരണം നീ പോണ്ട, നിനക്ക് പകരം നിൻ്റെ അനിയനോ ചേട്ടനോ പഠിക്കാൻ പോട്ടെ എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ മാറിയിരിക്കുന്നു. അതിപ്പോൾ എത്രത്തോളം ടാലൻറ്റഡ് ആയാലും പെൺകുട്ടികളെ അതിൻ്റെ പേരിൽ ആൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ മാറ്റി നിർത്തുന്ന ആ ഒരു സ്ഥിതിയൊക്കെ കുറേയൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ അവർക്കുള്ള കരിക്കുലർ കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ജെൻഡർ ഇൻക്ലൂസീവ് ആണ്. പിന്നെ അതേപോലെ വർക്ക് പ്ലേസസിൽ കുറച്ചും കൂടെ ഇല്ല എന്നല്ല, ഈക്വൽ പേയും അതൊക്കെ ഇപ്പോഴും ചിലയിടത്തൊക്കെ ഈക്വൽ പേ ഇല്ലാത്തതുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സ്കിൽഡ് ആണ്, ടാലൻറ്റഡ് ആണെന്നുണ്ട്. ആ വർക്ക് എന്താണ്, നമ്മൾ അന്വേഷിക്കുന്ന ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലും ടാലൻറ്റും ഒക്കെ നമുക്കുണ്ടെങ്കിൽ അത് ഏത് ജെൻഡർ ആയിക്കോട്ടെ നമ്മൾ അവിടെ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 10-50 വർഷം മുന്നത്തെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഒരു ഇന്ന ജെൻഡറിൽ പെട്ടതുകൊണ്ട് നമുക്ക് ഈ ജോലി കിട്ടില്ല എന്നുള്ള അവസ്ഥയൊക്കെ വളരെയധികം മാറിയിരിക്കുന്നു. അതേപോലെ നമുക്കൊരു പ്രൊമോഷൻ കിട്ടാനൊക്കെ നമ്മുടെ സ്കില്ലും ടാലൻറ്റും ഒക്കെയാണ് അവിടെ കൂടുതലായിട്ട് നോക്കുക, നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. ഇനി അതല്ലാണ്ട് ഭയങ്കരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു സൊസൈറ്റിയിലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അവിടെ കിട്ടുന്ന ജോലികളൊക്കെ ആകുമ്പോഴാണ് ഈ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് പ്ലേസിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ. പിന്നെ വരുന്നതാണ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ബിലീഫുകൾ. ഇവിടെയാണ് കുറച്ച് പ്രശ്നം. ഇവരാണ് കുറച്ചും കൂടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മറ്റ് ഇപ്പോൾ എഡ്യൂക്കേഷനിലായാലും ഫാമിലി ആയാലും വർക്ക് പ്ലേസസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഈ ജെൻഡർ സെൻസിറ്റീവ് ആവാനുള്ളൊരു ആ ഒരു ഔട്ട്ലുക്കിലേക്ക് മാറാൻ കുറച്ചും കൂടെ പിന്നാക്കം നിൽക്കുന്നത് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ബിലീഫുകളാണ്. അവരിപ്പോഴും അവരുടെ പഴയകാല ചിന്തകളിൽ മുറുകെ പിടിക്കുകയും അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കാൻ കാലക്രമേണ മാറ്റം സംഭവിക്കും. കുറച്ചും കൂടെ റിജിഡായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഇവിടെയാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കസ്റ്റംസും അതേപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷനുകളെയൊക്കെ കുറച്ചും കൂടെ റീഇൻഫോഴ്സ് ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്യുന്നത് ഈ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള സംഗതികളാണ്. പക്ഷെ അവിടെയും വ്യത്യാസങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലോ മൂവ്മെൻ്റ് ആണെന്ന് മാത്രം. മറ്റുള്ള ഏരിയാസൊക്കെ വെച്ച് നോക്കുമ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഇവിടുത്തെ ഒരു സ്ലോ മൂവ്മെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് പവർ റിലേഷൻസ് ആണ്. ജെൻഡർ സെൻസിറ്റിവിറ്റിയും പവർ റിലേഷൻസും ആണ് ഇനി പറയുന്നത്. അപ്പം നമ്മൾ കുറേയൊക്കെ ജെൻഡർ ഈക്വലായി ജെൻഡർ റോൾസിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന കാര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ഈ പവർ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും മൊത്തത്തിലെടുക്കുമ്പോൾ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ മറ്റ് ജെൻഡേഴ്സ്, സ്ത്രീകളായാലും മറ്റ് ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ഒക്കെ പിറകിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പവർ ഹോൾഡിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്ക് പൊളിറ്റിക്സിന് എടുക്കാം. നമ്മൾ കുറച്ചും കൂടെ കാണുന്ന ഭയങ്കരമായിട്ട് പവർ ഹോൾഡിംഗ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അവിടെ എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏറ്റവും അത്രയും ഒരു ഹൈ പൊസിഷനിൽ അത്രയും ഒരു ലീഡർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ എത്തുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. അതിപ്പോൾ ഇന്ന് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ പോലും അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരുന്ന സ്ത്രീകൾ കുറവാണ്. നമുക്ക് സ്കിൽഡോ ടാലൻറ്റഡോ ആയിട്ടുള്ള സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടല്ല, അങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് എത്താനുള്ളൊരു റേസിൽ ആ ഒരു സ്ട്രഗിളിൽ പലരും ഫിൽട്രേറ്റ് ചെയ്ത് പോകുന്ന, അങ്ങനെ അവരെ അരിച്ച് മാറ്റിപ്പെടുന്നതാണ്. അവർക്ക് ആ സ്ട്രഗിളിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരെ അതിഭീകരമായിട്ട് അടിച്ചമർത്തുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ രീതിയിൽ അവർ പിന്നാക്കം പോകുന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ എന്തിനാണ് നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്രയും വലിയൊരു പവർ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ, മനസ്സമാധാനം അല്ലെങ്കിൽ വലുതെന്നുള്ള രീതിയിൽ പിന്നാക്കം നിൽക്കുന്നവരായിരിക്കും പലരും. അല്ലെങ്കിൽ ഈ ഇവരുടെ കൂടെ മറ്റും കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഈ ഫിസിക്കലി ഇതൊക്കെ കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ള പുരുഷന്മാരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റാണ്ട് ഉള്ള അങ്ങനെ ഒരു സ്ട്രഗിളിലേക്കൊക്കെ വരുന്നത് മേജറായിട്ട് പൊളിറ്റിക്സിലാണ് നമുക്ക് കുറച്ചും കൂടി വിസിബിൾ ആവുക. അപ്പോൾ പവർ ഹോൾഡിങ്ങിൽ ഒരു ബയസും ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഒപ്രഷനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും നമ്മുടെ വീടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പവർ ഹോൾഡർ എന്ന് പറയുന്നത് മിക്കവാറും വീടുകളിലൊക്കെ അമ്മമാരായിരിക്കും. ഫിനാൻസ് എങ്ങനെയൊക്കെ പോകണം,
ഈ മാസത്തെ വരവ് ചിലവുകൾ ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, ഇത് ചെയ്താൽ മതി, ഇത്ര കാശ് ചിലവാക്കിയാൽ മതി. അവിടെ അമ്മയുടെ ആയിരിക്കും ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്, അമ്മമാരുടെ ആയിരിക്കും. കുട്ടികളുടെ കാര്യങ്ങളായാലും അതെ, അമ്മമാരുടെ ആയിരിക്കും. അച്ഛനോട് സമ്മതം ഇപ്പോഴത്തെ ഒരു ജനറേഷനിലാണ് പറയണത്. അച്ഛനോട് സമ്മതം ചോദിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും തീരുമാനങ്ങളും ആ ഡിസിഷൻ മേക്കിൽ കൃത്യമായിട്ടുള്ളൊരു റോൾ അമ്മയ്ക്ക് ഉണ്ടാവും. അല്ലാണ്ട് പണ്ടത്തെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഒന്നിനും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ പവർ റിലേഷൻസിലും ആ ഇക്വേഷൻസിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. സ്ത്രീകൾ പലപ്പോഴും ഒപ്രസ്ഡ് ആയി പോകുന്നൊരു സ്ത്രീകളും മറ്റ് ജെൻഡേഴ്സും ട്രാൻസ്ജെൻഡേഴ്സ് പോലുള്ള മറ്റ് ജെൻഡേഴ്സുകളൊക്കെ ഒപ്രസ്ഡ് ആയി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും ഉണ്ട്. പക്ഷെ മാറ്റം വരും. പോസിറ്റീവായിട്ടുള്ള ഒരു പാത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലും മാറ്റം വരും. സമയമെടുക്കുന്നുള്ള മാത്രമേ വിഷയമുള്ളൂ. പക്ഷെ അതിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ നല്ലതുണ്ട്. ഇനി ജെൻഡർ സെൻസിറ്റിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ ജെൻഡർ സെൻസിറ്റീവ് ആവുക, മറ്റു ജെൻഡേഴ്സിനെ പറ്റിയിട്ട് അറിയുക, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അവയർനെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, വയലൻസും ഡിസ്ക്രിമിനേഷനും ഒക്കെ കുറയും. ആദ്യം അതുണ്ടാവും. മൊത്തത്തിലൊരു സമാധാന അന്തരീക്ഷം വരും. മറ്റുള്ളവരെ അടിച്ചമർത്തുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെക്കാൾ കുറച്ച് താഴെ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയൊക്കെ കുറഞ്ഞു വരും. പിന്നെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. എല്ലാ ജെൻഡേഴ്സിനും ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ ഒരു റെസ്പെക്റ്റും ഇൻക്ലൂസിവിറ്റിയും ഒക്കെ ഉണ്ടാവും. വർക്ക് പ്ലേസിലായാലും ഫാമിലിയിലായാലും ഒക്കെ. ഫാമിലിയിലാണ് അത് ആദ്യം തുടങ്ങുക. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പാരൻസ് എന്നുള്ള രീതിയിൽ കുട്ടികളെ എന്ത് ചെയ്യണം, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ചെറുതിലെ തൊട്ടിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പെൺകുട്ടികളുടെ അടുത്ത് ആൺകുട്ടികൾ സോറി പറയണ്ട എന്നുള്ള നിലപാടൊന്നും വെച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ആര് തെറ്റ് ചെയ്താലും നമ്മളൊരു സോറി പറയുക, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു തന്നാൽ ഒരു താങ്ക് യു പറയുക, ഇതൊക്കെ നല്ലൊരു ശീലങ്ങളായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഒരു റെസ്പെക്റ്റും അതേപോലെ ഒരു ഇൻക്ലൂസിവിറ്റിയും ജോലികളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ അത് ഫാമിലിയിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിലേക്കും പിന്നെ അത് മൊത്തത്തിൽ സൊസൈറ്റിയിലേക്കും ഒക്കെ അത് വ്യാപിക്കപ്പെടും. അതിനാദ്യം വേണ്ടത് ജെൻഡർ സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ നമുക്ക് ഇത്തരം റെസ്പെക്റ്റും ഇൻക്ലൂസിവിറ്റിയും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഈ ജെൻഡർ ഇക്വാലിറ്റീനെയും എംപവർമെൻറ്റിനെയൊക്കെ പറ്റിയിട്ടുള്ള അതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള പോളിസീസും ലോസും ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് പോളിസീസും അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ട്. ജെൻഡർ ഇക്വാലിറ്റീനെയും എംപവർമെൻറ്റും അങ്ങനെ സംവരണം കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ കൊണ്ടുവരാനും, അത് കൊണ്ടുവരിക മാത്രമല്ല ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വഴി നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് സൊസൈറ്റിയിൽ കൊണ്ടുവരാനൊക്കെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജിലും കമ്മ്യൂണിക്കേഷനിലും ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ചെയർമാൻ എന്ന് പറയുന്നതിന് പകരം കുറച്ചും കൂടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, പിന്നെ അതേപോലെ ആക്ടർ എന്നുള്ള ആ ഒരൊറ്റ നോഷനിൽ എന്ത് വരും, ആക്ടേഴ്സും മെയിലും ഫീമെയിലും എന്നുള്ള കൺസിഡറേഷൻ ഇല്ലാത്ത രീതിയിൽ വരാനൊക്കെ തുടങ്ങി. നമ്മളങ്ങനെ ഒരു ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും. ഇപ്പോൾ അതേപോലെ പണ്ടൊക്കെ നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ അവൻ അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ അവൻ എന്നുള്ള രീതിയിലാണ് നമ്മളത് എഴുതി പോവാം. പിന്നെ അത് മാറി ഹീ ബാർ ഷീ എന്നുള്ള രീതിയിലേക്കായി. ഇപ്പം അത് ദം എന്നുള്ള രീതിയിലേക്കായി. ഹീയും ഷീയും മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലുള്ളൂ, ദം എന്നുള്ള മൊത്തത്തിൽ അവർക്കും ഈ ഹീക്കും ഷീക്കും ബിയോണ്ട് ആയിട്ട് വേറെയും ജെൻഡേഴ്സ് ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ദം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി. അപ്പോൾ ഒരു ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ആ ചേഞ്ച് ഉണ്ട്. വെറും ഹീയിൽ നിന്നും ഹീ ബാർ ഷീയിലേക്കും പിന്നെ ആ ദമ്മിലേക്കും വരുന്നൊരു ചേഞ്ച് ഉണ്ട്, പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ട്. അത് നമ്മുടെ ലാംഗ്വേജിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് ഈ വരുന്നത് ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ജെൻഡർ ഇൻക്ലൂസീവായിട്ടുള്ള എഡ്യൂക്കേഷൻ വഴിയാണ്. ഇനി എന്തൊക്കെയാണ് ജെൻഡർ സെൻസിറ്റിവിറ്റിക്കുള്ള ചാലഞ്ചസ്? ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിട്ടുള്ള, അത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചാലഞ്ചസ്. ഒന്നാമത് നമ്മുടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കൾച്ചറൽ ബിലീഫുകൾ, നമ്മൾ വിശ്വസിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോവാനുള്ള, കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില രീതികളും സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോവാനുള്ള ആ മാറ്റത്തിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആദ്യം. പിന്നെ എഡ്യൂക്കേഷൻ ഇല്ലാത്തത്,
ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് അവയർനെസ്, ഇതിനെ പറ്റിയിട്ടൊന്നും വിവരമില്ലാത്തതും പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയും എഡ്യൂക്കേഷൻ ഇല്ലായ്മയും ഒക്കെ കൂടിയാണ്. പിന്നെ അതേപോലെ വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷനും, ഇപ്പോഴും വേജ് ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അത് വളരെ റൂറലായിട്ടുള്ള ഏരിയകളിലായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇത്ര കൊടുത്താൽ മതി, ഇപ്പോൾ ഡെയിലി വേജ് പോലൊക്കെ നിൽക്കുന്നവരൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ചില ജോലികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് ജോലികൾ അങ്ങനത്തെ അല്ലാണ്ട് സാധാ നമ്മുടെ നോർമൽ റൂറൽ ഏരിയകളിലൊക്കെ നടക്കുന്ന അങ്ങനത്തെ ഒരു കമ്പനിയോ ഒരു ഫാക്ടറിയോ അങ്ങനെയുള്ളിടത്തൊക്കെ ആണെങ്കിൽ വേജിൻ്റെ ഗ്യാപ്പുകളൊക്കെ വരും. അപ്പോൾ സ്ത്രീകളോടൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് പോലെയൊക്കെ ഉള്ളവരോടാകുമ്പോൾ അവരത് ചോദിച്ചു വരില്ല, പിന്നെ അതൊരു പ്രശ്നമാവില്ല. പുരുഷന്മാരാകുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ അവർ ചോദിച്ചു വരും, ഭയങ്കര പ്രശ്നമാവും, ചിലപ്പോൾ അതൊരു സ്ട്രൈക്ക് ആവും എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഹൈ ലെവലിലൊക്കെ വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് രീതിയിലോ വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരാതെ വേജ് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നമ്മുടെ സ്കില്ലും ടാലൻറ്റും വെച്ചിട്ട് നമുക്ക് അവിടെ അങ്ങനെ കയറി പോകാനും ഏൺ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ എന്നാലും താഴേക്കിടയിലേക്ക് വരുമ്പോൾ ഇത്തരം വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻസും ഉണ്ടാവാറുണ്ട്. അതും ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ളൊരു ചാലഞ്ചാണ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ജെൻഡർ സെൻസിറ്റിവിറ്റീനെ പ്രൊമോട്ട് ചെയ്യാമെന്നാണ്. ആദ്യം തുടങ്ങേണ്ടത് അത് ഫാമിലിയിലാണ്, സ്കൂളുകളിലാണ്. ഫാമിലിയിൽ നമ്മുടെ പാരൻറ്റിങ്ങിൽ അത് ആ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാരൻറ്റിങ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ കുറേ പാരൻറ്റിങ് ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല, നമ്മുടെ അച്ഛനും അമ്മയും പറയുന്ന പോലെ അല്ലെങ്കിൽ അവർ നമ്മളെ വളർത്തിയ പോലെ വളർത്തുക എന്നുള്ള സിസ്റ്റത്തിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറിയിരിക്കുന്നു. എക്സ്പേർട്സുകളിൽ നിന്ന്, പ്രൊഫഷണൽസിൽ നിന്ന് നമ്മൾ ഉപദേശങ്ങൾ തേടുന്നുണ്ട്. പാരൻറ്റിങ് ക്ലാസ്സസുകളും പാരൻറ്റിങ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡിപ്ലോമ കോഴ്സസ് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പാരൻറ്റിങ്ങിൽ ആ ചേഞ്ച് വരും. ഈ ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പാരൻറ്റിങ് ഉണ്ടാവണം. അത് തുടങ്ങുന്നത് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതിനാണ്. അമ്മ മാത്രമല്ല കുട്ടീനെ നോക്കേണ്ടത്, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട അച്ഛൻ കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നമ്മൾ പാരൻറ്റിങ്ങിൽ വ്യത്യാസം വരും. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അത് ജെൻഡർ അവയർനെസ്സുകളും ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ കൊടുത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളുകളിൽ കൂടുതൽ ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിസികളും ലോസൊക്കെ കൊണ്ടുവരുന്നത് ജെൻഡർ സെൻസിറ്റിവിറ്റീനെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ പാരൻ്റൽ റെസ്പോൺസിബിലിറ്റീസ് എൻകറേജ് ചെയ്യുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക വഴി നമുക്ക് എന്ത് ചെയ്യാം, ജെൻഡർ സെൻസിറ്റിവിറ്റി കൊണ്ടുവരാം. പിന്നെ അതേപോലെ വുമൺ എംപവർമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വീക്കർ സെക്ഷനിൽ കിടക്കുന്ന ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടും അങ്ങനെയുള്ളവരൊക്കെ ഒരു പുതിയൊരു എന്തെങ്കിലും ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അവരൊരു ബിസിനസ് തുടങ്ങണം, സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ഇനീഷ്യേറ്റീവുകളൊക്കെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഒരു ലോൺ കിട്ടാനാണെങ്കിൽ പോലും അങ്ങനത്തെ അതിൻ്റെ റെസ്ട്രിക്ഷൻസും നൂലാമാലകളും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ഫീസിബിൾ ആക്കി അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ കുറച്ചും കൂടെ സപ്പോർട്ടീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടെ നല്ല രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ജെൻഡർ സെൻസിറ്റീവിൽ പറയാനുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ജെൻഡറിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ടാവുക, ജെൻഡർ റോളുകളെ പറ്റിയിട്ട്, നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ജെൻഡർ റോളുകളും ആ സൊസൈറ്റിയുടെ ഒരു ജെൻഡർ കൺസെപ്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അവയർനെസ് ഉണ്ടാവുക, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, ഇതിനൊക്കെയാണ് ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്